So the third series of question is all about what is poverty? എന്താണ് ദാരിദ്ര്യം? പലപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? എന്താ ദാരിദ്ര്യം എന്നുള്ളത്? When I raise this questions to the students community, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്താണെന്ന് അറിയാമോ? സോ ലാക്ക് ഓഫ് ഫുഡ്, ലാക്ക് ഓഫ് ഷെൽട്ടർ, ലാക്ക് ഓഫ് ക്ലോത്തിങ്, ഇതൊക്കെയാണ്. ഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ദാരിദ്ര്യം എന്ന ആൻസേഴ്സ് കിട്ടാറുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതൊക്കെയാണോ നമ്മുടെ പോവർട്ടി ലെവൽ എന്ന് പറയുന്നത്? നോ, തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് എക്സാക്ട്ലി പോവർട്ടി ഫോർ അസ്? നമ്മളെ സംബന്ധിച്ച് പോവർട്ടി എന്ന് പറയുന്നത് എന്താ? ഈ ക്വസ്റ്റ്യൻ നിലനിൽക്കെ തന്നെ ഞാൻ ആൻസേഴ്സിന്റെ രൂപത്തിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മളിൽ എത്ര ആളുകൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്? ദെൻ അതേപോലെ പ്രോപ്പറായിട്ട് മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്? സി, ദീസ് ആർ അവർ പോവർട്ടീസ്. ഇതൊക്കെയാണ് നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ശരിയല്ലേ? പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതേ രീതിയിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രശ്നമാണ്, അല്ലേ? അപ്പൊ ഇതെല്ലാം തന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സോഫ്റ്റ് സ്കിൽ. സി, നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ ക്വാളിഫിക്കേഷന് പ്രോപ്പറായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഹാർഡ് സ്കില്ലിനേക്കാളും ഒരു പടി മുകളിലായിരിക്കണം. അക്കാഡമിക്കലി നമ്മൾ ക്വാളിഫൈഡ് ആണ്, ബട്ട് നമുക്കിത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിലോ, പ്രസന്റേഷൻ സ്കില്ല് നമ്മളിൽ ഇല്ലെങ്കിലോ നമുക്ക് എങ്ങനെ നമ്മളെ നല്ലൊരു പൊസിഷനിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും? സോ ഇംപ്രൂവ് യുവർ സോഫ്റ്റ് സ്കിൽ വിത്ത് ലോജിക്. തിങ്ക് സിമ്പിൾ, തിങ്ക് ലോജിക്. ഇപ്പോൾ CAPL എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളിലൊക്കെ നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് CAPLൊക്കെ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ആളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി. ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് CAP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രസന്റേഷൻ ഒക്കെ എടുത്ത് ഐ തിങ്ക് ഐ എം കോൺഫിഡൻറ്റ്. അതുപോലെ ഉബായ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം പ്രസന്റേഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്നുണ്ട്. PS+, പിന്നെ ഉബായൊക്കെ പോലുള്ള പ്രോഗ്രാമുകളും സ്റ്റുഡൻസിന്റെ എന്താ പറയുന്നത് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അവർക്കുണ്ടാവുന്ന പോരായ്മകളൊക്കെ നികത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെയാണ്. ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഫ്രണ്ടിലിരിക്കുന്ന അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റിയത് ആ ഒരു പ്രോഗ്രാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോർപ്പറേറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ടെക്നിക്കൽ പരമായിട്ടുള്ള നോളജ് വേണം. അതേപോലെ നമുക്കൊരു ഇൻട്രാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേഷനോ എല്ലാത്തിനും ഒരു സ്കില്ല് വേണം. അതെല്ലാം തന്നെ ലോജിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോജിക് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും സത്യം. ലോജിക്